എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയെയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്തിലെന്ന പോലെയും അവൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്ന നാളിൽ എന്ന പോലെയും വിധേയ ആകും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവം അവൾക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് ഈ വേദഭാഗം. എന്നും മരുഭൂമിയുടെ അനുഭവത്തിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയല്ല. അവിടുന്ന് മാത്രം അറിയുന്ന ഒരു കാലപരിധി മരുഭൂമിയുടെ അനുഭവത്തിനുണ്ട്. തനിക്ക് സംസാരിക്കാനുള്ളതെല്ലാം അവളോട് പറഞ്ഞു, പഠിപ്പിക്കാനുള്ളതെല്ലാം പഠിപ്പിച്ചു. അവൾ ആ സന്ദർഭത്തിൽ പൂർണ്ണമായും വിധേയപ്പെട്ട് അവിടുന്ന് സംസാരിച്ചതും പഠിപ്പിച്ചതുമെല്ലാം ഹൃദയത്തിൽ ഒപ്പിയെടുത്തു. ഇനി അവളെ മരുഭൂമിയിൽ നിന്ന് പുറത്ത് കൊണ്ടുവരിക എന്നതാണ് അവിടുന്ന് ചെയ്യുന്നത്. നിരാശയിൽ നിന്ന് ഉയർത്തി മുന്തിരിത്തോട്ടങ്ങളെയും ആഖോർ താഴ്വരയെയും കൊടുക്കുന്നു. കുളിർമയുടെയും സമൃദ്ധിയുടെയും ഫലപുഷ്ടിയുടെയും പ്രതീകമായ മുന്തിരിത്തോട്ടങ്ങളുടെ ഉടമസ്ഥാവകാശം കൊടുക്കുകയാണ്. നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇനിയും അവൾക്ക് ഉത്തരവാദിത്തങ്ങളും ചുമതലകളുമുണ്ട്. അവയൊക്കെ അവൾ ഈ പുതിയ ബലത്തോടെ നിറവേറ്റട്ടെ. അതുകൊണ്ട് തീർന്നില്ല. അവൾക്ക് വേണ്ടി ഒരു പ്രത്യാശയുടെ വാതിൽ തുറന്നു കൊടുത്തു. ആഖോർ താഴ്വരയെ അവൾക്ക് കൊടുത്തു. യോശുവയുടെ നേതൃത്വത്തിൽ ജനം യോർദാൻ കടന്ന് ദൈവിക പദ്ധതിയും ദൈവനിയോഗവും അനുസരിച്ച് യെരിഹോ പട്ടണം പിടിച്ചെടുത്തു. എങ്കിലും ആ പട്ടണം പൂർണ്ണമായി നശിപ്പിച്ച് ശപഥാർപ്പിതമാക്കാനാണ് ദൈവം കൽപ്പിച്ചത്. ആഖാൻ എന്നൊരാൾ ചില വസ്തുക്കൾ മോഷ്ടിച്ച് പാപം ചെയ്യുകയാൽ ദൈവകോപം ജനത്തിന്മേലുണ്ടായി. അടുത്ത യുദ്ധത്തിൽ അവർ പരാജിതരായി. തുടർന്ന് അവർ തങ്ങളെ ശോധന ചെയ്ത് ആഖാനെ പിടികൂടി കല്ലെറിഞ്ഞു കൊന്നു. അവിടെ വളരെ കല്ല് കൂട്ടിവെച്ച് ആ സ്ഥലത്തിന് ആഖോർ താഴ്വര എന്ന പേരും നൽകി. അങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി. അവരോടൊപ്പം തൻ്റെ സാന്നിധ്യം അവർക്ക് നൽകി. ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹായവും മടക്കി നൽകാൻ നിമിത്തമായതാണ് ആഖോർ താഴ്വര. ഇവിടെ ഇതാ മരുഭൂമിയിൽ നിന്ന് അവൾക്ക് പ്രത്യാശയുടെ വാതിൽ തുറന്നു കൊടുക്കുന്നു. നീ എന്നും മരുഭൂമിയിൽ തന്നെ കിടക്കേണ്ടവളല്ല. എന്നെക്കുറിച്ച് നിന്റെ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. നിരാശയുടെ, പ്രത്യാശയില്ലാത്ത ഇടത്തിൻ്റെ ഒക്കെ പ്രതീകമായ മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്ന് നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നും മരുഭൂമി മാത്രമായിരിക്കില്ല നമ്മുടെ വാസസ്ഥലം. അവിടെ നിന്ന് കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവം. അവൾ പണ്ടത്തെ പോലെയാകും എന്നും നമ്മൾ വായിക്കുന്നു. അവിടെ അവൾ തൻ്റെ യൗവനകാലത്തെന്ന പോലെയും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന നാളിൽ എന്ന പോലെയും പാട്ടുപാടുമെന്നാണ് ഇംഗ്ലീഷിൽ ഈ വേദഭാഗത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ. KJV അങ്ങനെയാണ് വായിക്കുന്നത്. ചെങ്കടൽ കടന്നപ്പോൾ ഇസ്രായേലിൽ എല്ലാവരും സന്തോഷത്തോടെ പാട്ടുപാടി സ്തുതിച്ചത് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ കാണുന്നു. അന്ന് കഠിനമായ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടപ്പോൾ അവർക്ക് പാട്ടും സ്തുതിയും നൃത്തവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എന്നോ അത് നഷ്ടപ്പെട്ടു പോയി. വീണ്ടും അതുപോലെ ആ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകടനമായ പാട്ടുകൾ പാടുന്നത് മരുഭൂമിയുടെ അനുഭവത്തിൽ ദൈവവുമായി കൂട്ടിമുട്ടിയപ്പോൾ മാത്രമാണ്. സന്തോഷം വരുമ്പോഴാണ് പാട്ടുകൾ വരുന്നത്. ദൈവവുമായി ഏകാന്തതയിൽ സമയം ചെലവഴിച്ചപ്പോൾ നഷ്ടപ്പെട്ട പാട്ടും സന്തോഷവും ആനന്ദവും എല്ലാം തിരിച്ചു കിട്ടി. ഇനി
ഇസ്രായേൽ പുതിയ അനുഭവങ്ങളിലൂടെ ദൈവത്തെ ഗാഢമായി രുചിച്ച് അറിയാൻ പോകുന്നു. ഇനി അവൾക്ക് യജമാനനോടുള്ള ദാസ്യ മനോഭാവമല്ല, പിന്നെയോ വളരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഭർത്താവിനോടെന്ന പോലെയുള്ള ഗാഢവും വ്യക്തിപരവും ആഴത്തിലുമുള്ള പ്രേമബന്ധമാണ്. ഇവിടെ ഒരു പരിപൂർണമായ യഥാസ്ഥാനത്തിൻ്റെ വഴികൾ ഒരുക്കി കിട്ടുന്നതായി നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മളോട് പറയുന്നത്, ഇന്ന് നീ മരുഭൂമിയുടെ അനുഭവത്തിലാണോ? ഭയപ്പെടേണ്ട. നീ യഥാർത്ഥമായും ദൈവത്തെ അനുഭവിച്ചറിയാനും നിന്നെ ആത്മീയമായി പുതുക്കാനുമുള്ള ഒരു അവസരമാണിത്. അതുകൊണ്ട് ധൈര്യപ്പെടുക. മരുഭൂമിയിൽ നിന്ന് നമ്മെ കരം പിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ ദിനത്തിനായി സ്തോത്രം. അടിയങ്ങൾ അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ഇന്നത്തെ പകൽക്കാല ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. നിരാശരായി പോകാതെ, ലജ്ജിതരായി പോകാതെ വണ്ണം ഇന്ന് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ നടത്തണമേ. പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും വർഷമാക്കി നൽകണമേ. യേശു മശിഹ മൂലം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.